ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലാണ്. ഏകദേശം 650 കിലോമീറ്റർ കവർ ചെയ്ത് കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെയുള്ള നമ്മുടെ വാക്കിംഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ബാക്കി നമുക്ക് പോകുന്ന വഴി വെച്ച് കാണാം. വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കൂടുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. മഴയൊന്നും നോക്കാണ്ട് നൈസായിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ 2 വഴിയുണ്ട്, ലെഫ്റ്റിലുണ്ട് റൈറ്റിലുണ്ട്. ഇതിലേ പോകണമെന്ന് അറിയത്തില്ല. നമുക്ക് തൽക്കാലം ലെഫ്റ്റിലെ വഴിയെടുത്ത് പോയി നോക്കാം. നല്ല ഐശ്വര്യമുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. പുറത്തിറങ്ങിയപ്പോഴത്തേക്കും മഴ പിന്നെയും നല്ല ശക്തിയായിട്ട് കൂടിയിട്ടുണ്ട്. ഈ പോക്ക് കണ്ടിട്ട് എനിക്കിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മഴയൊന്നും നമുക്കൊരു വിഷയമല്ല. നമ്മൾ രണ്ടും കൽപ്പിച്ച് റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഒരു രക്ഷയില്ല, നല്ല കീട്ടില്ല ക്ലൈമറ്റ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 9:26 ആയിട്ടുണ്ട്. 9:26 നമ്മൾ നമ്മുടെ ജേർണി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇത് തീർന്നതിൻ്റെ ലാസ്റ്റ് എൻഡിൽ നമ്മൾ എത്ര ദിവസം കഴിഞ്ഞ് അവിടെ എത്രയെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. നമ്മുടെ ഗൂഗിൾ മാപ്പിൽ നമ്മൾ 5 ദിവസവും 23 മണിക്കൂറും കൊണ്ട് ഈ 650 കിലോമീറ്റർ എത്തുമെന്നാണ് കാണിക്കുന്നത്. പക്ഷേ 24 മണിക്കൂറും കണ്ടിന്യൂസ് വെച്ച് 5 ദിവസം 23 മണിക്കൂറും നടന്നാൽ മാത്രമേ നമുക്കങ്ങ് എത്താൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ റോബോട്ട് അല്ലാത്തതുകൊണ്ടും മനുഷ്യനായതുകൊണ്ടും നമ്മൾ പതുക്കെ നടന്ന് റെസ്റ്റ് എടുത്തിട്ട് വരുള്ളൂ. അപ്പോൾ 5 എന്തായാലും കൂടും. 5 ദിവസം കൊണ്ടൊന്നും നിൽക്കത്തില്ല, അത് വേറെ കാര്യം. ഇത്രയും ലേറ്റായി 9:30 സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വന്നത്. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ട്രെയിൻ ഇവിടെ വന്ന് നല്ല രീതിയിൽ അവിടെ ഇവിടെയൊക്കെ പിടിച്ചിട്ട് ലേറ്റായിട്ടാണ് വന്നത്. അതുകൊണ്ടാണ് ഇത്ര ഡിലേ ആയത്. അല്ലെങ്കിൽ ഞാൻ വെളുപ്പിന് 5:30 4 മണിക്കോ ഇറങ്ങിയേനെ. അതുകൊണ്ട് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം നമുക്ക് ലേറ്റ് ആവേണ്ട വന്നു. ഇതിൽ എൻ്റെ മെയിൻ എയിം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം എന്നെക്കൊണ്ട് പറ്റണ പോലെ ഓരോ ദിവസവും ഡിസ്റ്റൻസ് കവർ ചെയ്യുക. ഒരു ദിവസം ഇത്ര കിലോമീറ്റർ എന്ന ഒരു ടാർഗറ്റ് വെച്ചിട്ട് അത് നല്ല രീതിയിൽ മാക്സിമം കവർ ചെയ്ത് അങ്ങ് പോവുക. അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ വേഗം നമ്മുടെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. കാസർഗോഡ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ചന്ദ്രഗിരിപ്പുഴയാണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പോൾ ഫോൺ താഴെ എങ്ങനെ ഇരിക്കുന്നില്ല നിങ്ങൾ ആലോചിച്ചേ, നോക്കിയിരിക്കത്തേ ഉള്ളൂ. മഴയൊക്കെ മാറി നല്ല കിടിലം വെതറായിട്ടുണ്ട്. ഇനിയിപ്പോൾ മഴ പെയ്യില്ലെന്ന് നമുക്കറിയത്തില്ല. മഴ പെയ്യാനാണ് സാധ്യത. കാണുമ്പോൾ ആൽക്കഹോളിക് വെതറൊക്കെ ആയിട്ടിരിക്കും, പക്ഷെ പെട്ടെന്നായിരിക്കും മഴ വന്നത്. ഞാൻ ഇങ്ങനെ നടന്നു വരാൻ നേരത്ത് അവിടെ ഒരുത്തം വലിയ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് മേളിൽ നിന്നെ നോക്കണ്ടേ. എനിക്കിതിൻ്റെ കളർ നല്ല കിടിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ അറ്റ്മോസ്ഫിയർ ഇങ്ങനെ ഇരുണ്ട് മൂടിയിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. കേരളത്തിലെ റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ജമ്മു എന്ന് തോന്നും. നമ്മളപ്പോൾ അവിടുന്ന് ചന്ദ്രഗിരിപ്പുഴയൊക്കെ നടന്ന് അവസാനം തൃക്കണ്ണാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എത്തിയപ്പോൾ തന്നെ ഏകദേശം അന്തരീക്ഷത്തിൻ്റെ മട്ടും ഭാവം ആലോചിക്കണം നിങ്ങൾക്ക് കാണാം. നിങ്ങളിപ്പോൾ ആലോചിക്കണ്ടായിരിക്കും ഞാൻ എന്തിനാ വെറുതെ കഷ്ടപ്പെട്ട് ഈ എക്സ്പ്രഷൻ ഇട്ട് മരിക്കണമെന്ന്. പിന്നെ കടലിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ എക്സ്പ്രഷൻ വേണ്ടേ. കടലിൽ നിന്ന് അടിച്ചു വരുന്ന ആ കാറ്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നമുക്കിട്ടുള്ള പണിയായിട്ട് കടലമ്മ നൈസായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കി നൈസായിട്ട് അടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് ഞാൻ വെച്ച് പിടിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് അവസാനം കടലമ്മ പണി തരും എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് നൈസായിട്ട് പോയി കയറി. കാരണം മഴ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പെട്ടുപോകും. അതെ, എൻ്റെ ഊഹം ശരിയായിരുന്നു. കടലമ്മ നൈസായിട്ട് വന്നൊരു പണി ഞാൻ തന്നിട്ടുണ്ട്. ഇനി കുറച്ചൊരു ആറ്റിറ്റ്യൂഡ് ഇട്ട് വീഡിയോ എടുക്കാം. കേരളത്തിൽ വലിയ കാര്യമായിട്ട് മഴയൊന്നും കാണില്ലായിരിക്കും എന്ന് വിശ്വസിച്ച് ഇറങ്ങിയതാണ് ഞാൻ. പക്ഷെ ഞാനിവിടെ കാസർഗോഡ് കാല് കുത്തിയപ്പോൾ തന്നെ മഴയോട് മഴ, ഒരു രക്ഷയില്ല. ഒരു മഴ തീർന്ന് 5 മിനിറ്റ് റെസ്റ്റ് എടുത്ത് ഞാനൊന്ന് നടക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് അപ്പോൾ വരും അടുത്ത മഴ. ഈ സമയത്ത് നമ്മുടെ ബാഗിൽ കവർ പിക്ക് കണ്ടിട്ട് അവിടെയുള്ള ചേട്ടന്മാരൊക്കെ നമ്മുടെ അടുത്ത് വന്ന് മിണ്ടുവും സബ്സ്ക്രൈബൊക്കെ ചെയ്യുകയും ചെയ്തിട്ട് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഈ സാധനം ഒരിക്കലും പെയ്യില്ല കേട്ടോ. ഒന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് നല്ല മഴയുണ്ട് ഗൈസ്. ഞാൻ വന്ന് കണ്ടോ മഴയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് നടന്ന് നേരെ ബേക്കൽ ഫോർട്ടിൻ്റെ എൻട്രൻസ് വഴി അകത്തേക്ക് കയറുവാണ്. ഇവിടെ എന്തോ മയിലിൻ്റെ സംസ്ഥാന സമ്മേളനമാണെന്ന് തോന്നുന്നു. കറക്റ്റ് എൻട്രൻസ് കയറി എഴുതിയിരിക്കും അപ്പം. അങ്ങനെ അവിടുന്ന് നടന്ന് നമ്മുടെ ബേക്കൽ ഫോർട്ടിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ ഇത്രയും ടൈം പോയതുകൊണ്ട് കയറണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഇവിടം വരെ വന്നിട്ട് കയറേണ്ടി പോയാൽ മോശമല്ലേ. ഇതിൻ്റെ ടിക്കറ്റ് പ്രൈസ് ഇന്ത്യൻസ് 25, ഫോറിനേഴ്സിന് 300 കേട്ടോ. ഇങ്ങനെ വലിയ കാര്യമായിട്ട് ഹാപ്പി ആയിട്ട് നടന്നു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ആ കാണുന്ന ഈഫൽ ടവറിൻ്റെ മേളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. സ്വർഗത്തിലേക്ക് 90 ഡിഗ്രി ഒരു വഴി ഉണ്ടാക്കി വെച്ചിട്ട് അവന്മാരെ അതിന് പേരിട്ടേക്കുക ബേക്കൽ ഫോർട്ടെന്ന്. പിന്നെ നമ്മുടെ ചലഞ്ചിൻ്റെയൊക്കെ മുമ്പിൽ ഇതൊന്നും ഒരു ചലഞ്ച് അല്ലാത്തതുകൊണ്ട് ഞാൻ നൈസായിട്ട് അങ്ങ് കയറാൻ തുടങ്ങി. പക്ഷെ ഇവിടെ താഴേക്ക് നോക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ഒരു കിണറുണ്ടാക്കി വെച്ചിട്ട് ആരും എടുത്തുകൊണ്ട് കൊണ്ടിരിക്കാൻ വേണ്ടി അതിന് ചുറ്റും കുറേ കമ്പിയുടെ വേലിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ ദൂരെ ഏതോ ഒരു ബീച്ചിൽ നല്ലൊരു കിടിലൊരു വ്യൂ ഇട്ടുണ്ട്.
കയറിയ പോലല്ലേ, ഇവിടുന്ന് താഴേക്ക് ഇറങ്ങാൻ നല്ല സുഖമായിരുന്നു. പിന്നെ അതേ അവിടെയൊക്കെ എന്താണ്ടൊക്കെയോ പണിതൊക്കെ വെച്ചിട്ടുണ്ട്. എന്നാ സാധനം എനിക്കറിയത്തില്ല, അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെന്ന് കമൻറ്റ് ചെയ്ത്. ഇപ്പം നമ്മൾ ഒരു വിധത്തിൽ നടന്ന് ഇത്രയും കിലോമീറ്ററൊക്കെ കവർ ചെയ്ത് ബേക്കൽ ഫോർട്ടിൽ എത്തിയിട്ടുണ്ട്. വന്ന ടൈമിൽ തന്നെ മഴയൊന്നും ഇല്ലാണ്ട് അത്യാവശ്യം നല്ല കിട്ടില്ല ക്ലൈമറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്ര നേരം നല്ല മഴയായിരുന്നു. ഇപ്പം എന്തോ ഒരുവിധം കുറഞ്ഞ് നിൽക്കുന്നുണ്ട്. അവിടുന്ന് റോഡിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ദേ വഴി സൈഡിൽ എന്തോ ഞാവൽപ്പഴമാണ് എന്തോ സാധനമൊക്കെ വെക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോ തൽക്കാലം ഇവിടെ വെച്ച് നിർത്താൻ പോവുകയാണ്. കാരണം ഈ മഴ കാരണം നമുക്കിന്ന് നല്ല രീതിയിൽ അധികം ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണും ഞാൻ എവിടെയാണ് നിൽക്കണമെന്ന്. അത്യാവശ്യം നല്ല രീതിയിൽ ഡിസ്റ്റൻസ് കവർ ചെയ്ത് പോകാമെന്നുള്ള മൈൻഡിലായിരുന്നു വന്നത്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഈ മഴ ഭയങ്കരമായിട്ട് പെയ്യണോണ്ട് നമുക്കൊന്നാമത് ട്രാവലിങ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം റോഡാണെങ്കിൽ ഭയങ്കര മോശം, റോഡ് മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് ഇന്ത്യയുടെ മാപ്പ് പോലെ ആയിരുന്നു ഫുള്ള് കിടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് അത് പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് നമ്മൾ ഇങ്ങനെ റെസ്റ്റ് എടുത്ത് അങ്ങനെ നടന്ന് പോന്നുകൊണ്ടിരുന്നത്. പിന്നെ അതിനിടയ്ക്ക് ചന്ദ്രഗിരി കോട്ടയിലൊന്ന് കയറിയോണ്ട് അവിടെ ചന്ദ്രഗിരി കോട്ടയം പോട്ടെ മറ്റേ ബേക്കൽ ഫോർട്ടിലൊന്ന് കയറിയോണ്ട് അവിടെയും കുറച്ച് ടൈം പോയി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താൻ പോവുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേഗം എവിടെയെങ്കിലും സ്റ്റേ സെറ്റാക്കിയിട്ട് അടുത്ത വീഡിയോ നാളെ എടുക്കേണ്ടി വരും.